ലീഗ് വീടുണ്ടാക്കി തന്നിട്ട് നിങ്ങളതിൽ താമസിക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ആ പൈസ തിരിച്ചു വാങ്ങി സർക്കാരിന്റെ പദ്ധതിയിൽ അവർ ചേരുകയാണ് വേണ്ടത്. തീർച്ചയായിട്ടും അത് പാർട്ടി ഉൾപ്പെടെയുള്ള അങ്ങനെ ആരെങ്കിലും മുന്നോട്ട് വന്നാൽ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയോടും അതുപോലെ തന്നെ റവന്യൂ വകുപ്പ് മന്ത്രിയോടും ഈ കാര്യങ്ങൾ സംസാരിക്കാൻ, അവരെയും കൂടി ഇതിന്റെ ഭാഗമാക്കാം. വയനാട് മുണ്ടക്കൈ ദുരന്തബാധിതർക്കായി മുസ്ലിം ലീഗ് നിർമ്മിച്ചു നൽകിയ വീടുകളിൽ ഒരു കുടുംബം കൂടി താമസം തുടങ്ങി. ചൂരൽമല സ്വദേശി വിനിമോളാണ് താമസം തുടങ്ങിയത്. ആദ്യഘട്ടത്തിൽ നിർമ്മാണം പൂർത്തിയായ വീടുകളുടെ ഗൃഹപ്രവേശന ചടങ്ങ് നാളെ നടക്കും. അങ്ങനെ മുസ്ലിം ലീഗ് നിർമ്മിച്ച് നൽകിയ വീടുകളിൽ ഓരോ കുടുംബങ്ങളായി താമസം തുടങ്ങുകയാണ്. ഇന്നലെ 2 കുടുംബങ്ങൾ താമസം തുടങ്ങി. ഇന്ന് ചുരുൾമല വില്ലേജ് റോഡിലുള്ള വിനിമോളും കുടുംബവും ഈ ഒരു അവരുടെ വീടുകളിലേക്ക് താമസം മാറി. വാടക വീടുകളിൽ നിന്നൊക്കെ മാറി സ്വന്തമായി വീടെന്ന സ്വപ്നം അങ്ങനെ ഓരോ കുടുംബങ്ങളും യാഥാർത്ഥ്യമായി കൊണ്ടിരിക്കുകയാണ്. ചേച്ചി, അപ്പോൾ സ്വന്തമായ ഒരു വീട്ടിലേക്ക് മാറി, എന്താണ് തോന്നുന്നത്? വളരെ സന്തോഷമുണ്ട്. അതിൽ കൂടുതലൊന്നും പറയാനില്ല, സന്തോഷം തന്നെയുള്ളൂ. ഇപ്പോൾ ദുരന്തം കഴിഞ്ഞ് ഏകദേശം 1.5 വർഷം കഴിഞ്ഞ് ഇത്രയും കാലം വാടക വീടുകളിലായിരുന്നു. ഇപ്പോൾ സ്വന്തം വീട്ടിലേക്ക് മാറുക, കുടുംബങ്ങളൊക്കെ മാറുന്നു. അപ്പോൾ എല്ലാ അനുബന്ധ സൗകര്യങ്ങളും ഒരുക്കിയിട്ടാണ് ഈ വീട് നിങ്ങൾക്ക് കൈമാറി. അതെ, എൻ്റെ വീട് പോയതിനേക്കാളും നല്ലൊരു വീടാണ് എനിക്ക് നല്ല തന്നിട്ടുള്ളത്. അതുകൊണ്ട് എനിക്ക് അവരോട് എങ്ങനെ നന്ദി പറയണമെന്ന് നമുക്കറിയില്ല. അത്രയും വലിയൊരു സഹായമാണ് അവർ ചെയ്യുന്നത്. അന്ന് മുതൽ ഇന്ന് വരെ അവരെ കൊണ്ട് നമുക്ക് നല്ല കാര്യങ്ങളേ ഉള്ളൂ. എന്താ വേണ്ടത് ഒക്കെ അവർ വിളിച്ച് ചോദിക്കും നമ്മളോട്, എന്തെങ്കിലും ഉണ്ടോ എന്നൊക്കെ ഉള്ളത്.